കോഴിക്കോട് താമരശ്ശേരിയിൽ ലഹരിക്കടിമയായ ഭർത്താവ് വീണ്ടും ഭാര്യയെ കൊന്നു. അതിനോടൊപ്പം തന്നെ ഭാര്യൻ്റെ മാതാവിനെയും പിതാവിനെയും കൊല്ലാൻ ശ്രമിച്ചു. അവർ മാരക പരിക്കുകളോട് ഹോസ്പിറ്റലിലാണ്. അതിനെങ്ങനെ ഇവിടെ ലഹരിക്കെതിരെ സംസാരിച്ചാൽ ട്രോളിൻ്റെ പെരുമഴയല്ലേ. പാവപ്പെട്ട ജോജി തമ്പി എന്നുള്ള നല്ല മനുഷ്യന് ലഹരിക്കെതിരെ തുറന്നടിച്ചപ്പോൾ മൂപ്പർക്ക് വധഭീഷണി അത്ര. എൻ്റെ പൊന്നു മക്കളെ, നമ്മളെ കൂട്ടത്തിൽ നമുക്കറിയാൻ ആരെങ്കിലും ഇത്തരത്തിൽ അഡിക്ഷൻ ഉണ്ടെങ്കിൽ അവരോടൊന്ന് നോ പറയാനെങ്കിലും മനസ്സ് കാണിക്കുക. ഇപ്പം ഈ ഇന്നലെ കൊന്ന ചങ്ങായി മുമ്പ് ഉമ്മാനെ കൊന്നിട്ട് മാധ്യമങ്ങൾക്കും ക്യാമറാമാർക്കും ഫ്ലൈയിങ് കിസ് കൊടുത്ത ആഷിഖിൻ്റെ ഫ്രണ്ട് അത്ര. വളർന്നു വരുന്ന തലമുറയിലെ രക്ഷിതാക്കളോടാണ് പറയുന്നത്, ഒരു ദിവസം ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങളുടെ മക്കളോട് സംസാരിക്കാൻ സമയം കണ്ടെത്തണം. എന്ത് ബിസി ആണെങ്കിലും എന്ത് തിരക്കുള്ള മനുഷ്യരാണെങ്കിലും ഒരു 10 മിനിറ്റ് പെർ ഡേ വെച്ചിട്ട് സ്വന്തം മക്കളോട് സംസാരിക്കാൻ ഒരു സമയം കണ്ടെത്തണം. അതല്ലെങ്കിൽ മക്കളെ തന്നെ ഉണ്ടാക്കണ്ട. പിന്നെ മാറേണ്ടത് നമ്മളിവിടുത്തെ നിയമമാണ്. നിയമത്തിനൊരാൾക്കും പേടില്ലാഞ്ഞിട്ടല്ല, പേടിക്കാനുള്ള നിയമം ഇവിടെ അല്ല. അനർഹമായിട്ട് ഒരാളെ കൊന്നിട്ടുണ്ടെങ്കിൽ തൂക്കുകയർ കൊടുക്കട്ടെ. സൗദി അറേബ്യ മറ്റ് അറബ് രാജ്യങ്ങളിൽ മുസ്ലിം രാജ്യമായിട്ട് മാത്രം പറയല്ല. ഇപ്പോഴത്തെ കുറച്ച് മുമ്പല്ലേ നമ്മളോട് കേട്ടത്, ഒരു പാകിസ്ഥാനി 2 ഇന്ത്യക്കാരും ലഹരിയുമായി ബന്ധപ്പെട്ട കേസിൽ പിടികൂടിയിട്ട് തൂക്കുകയർ നൽകി. അത്തരത്തിൽ നിയമം വരണം. നിയമത്തിന് ഭയക്കണം. നിയമം ഉണ്ടായിട്ട് കാര്യമല്ല, പേടിക്കാനുള്ള നിയമം വരണം. അത്തരത്തിൽ ഭയമില്ലാതെ പേടിയില്ലാത്തൊരു നിയമം ഇവിടെ ഉള്ള കാലത്തോളം ഇന്നത്തെ ഒരു കൊല എന്നുള്ളത് നാളത്തെ ഒരു കൊലയാളിയുടെ പ്രൊമോഷനാണ്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചിന്തിച്ചു വേഗ, എന്ത് ഗ്യാരണ്ടിയിലാണ് നമ്മളെ പിഞ്ചു മക്കളെ നമ്മൾ സ്കൂൾക്ക് പറഞ്ഞയക്കുക? ഈ തൂക്കി പിടിച്ചു പോണ പാഠഭാഗങ്ങളാണ് അവർ പഠിച്ചിട്ടുണ്ടെന്ന് എന്തുറപ്പാണ് നമുക്കുള്ളത്? അപ്പം മക്കളുമായിട്ട് ഒന്ന് സംസാരിക്കാനൊക്കെ ഒരു ടൈം കണ്ടെത്തണം. രാത്രി വൈകി വരുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ്, എവിടുന്നാണ് ഇപ്പോൾ വരുന്നതെന്ന് ചോദിക്കാൻ രക്ഷിതാവ് മുതിരണം. 1-ാമത്തെ 2-ാമത്തെ 3-ാമത്തെ ദിവസങ്ങൾ ചോദിച്ചാതെ പെരിക്കേറ്റി ലാസ്റ്റ് 30-ാം ദിവസങ്ങൾ ചോദിക്കും, എന്താ മോനെ വേഗി വന്നെന്ന്. അന്ന് തിരിച്ചുള്ള റിയാക്ഷൻ ചിലപ്പോൾ മറുപടി ആയിരിക്കൂല, കത്തിയോണ്ട് നെഞ്ചത്തുള്ള ആന് കുത്തായിരിക്കും. പിന്നെ നിങ്ങൾ കേട്ടതല്ലേ, ഒരു സുഹൃത്തിനെ സ്വന്തം വീട്ടിൽ കയറിയിട്ടാണ് കുത്തി മലർത്തിയിട്ടത്. സോ നമ്മുടെ ഈ ഏജ് ഈ ഇറ വളരെ ഡേഞ്ചറായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട.